Hi friends, welcome to Pradap Tech. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗാലക്സി A50 എന്ന ഫോണിന്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ ആണ്. അൺബോക്സിംഗ് എന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ, കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ ആ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഞാനിത് വാങ്ങിച്ചു കൊടുത്തതാണ്. 20,000 രൂപ താഴെ ഒരു നല്ല സോളിഡ് എക്സ്പീരിയൻസും കാര്യങ്ങളുള്ള ഒരു ഫോണാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അപ്പോൾ നല്ലൊരു ബ്രാൻഡും നല്ലൊരു സർവീസും കാര്യങ്ങളും എല്ലാം കൂടി പരിഗണിച്ചിട്ട് ഗാലക്സി A50 എടുത്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടി അദ്ദേഹം നമുക്ക് തന്നെ അത് തന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു കാര്യം മാത്രം സംഭവിച്ചതെന്ന് വെച്ചാൽ സുഹൃത്തിന് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് തന്നെ കിട്ടണം. കാരണം ആളുടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് താഴെ വീണു. ഒരു കഴിഞ്ഞ ആഴ്ചയിൽ 2 പ്രാവശ്യം ഒരു ഫോൺ താഴെ വീണു. ഒരു തവണ വീണ് പൊട്ടിയിട്ട് അത് സ്ക്രീൻ മാറ്റി കൊണ്ടുവന്ന് പിറ്റേ ദിവസം വീണ്ടും പൊട്ടി. അപ്പോൾ അതുകൊണ്ട് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചേ പറ്റൂ, യാതൊരു രക്ഷയില്ല. അപ്പോൾ ആ ഒരു സംഭവം ഒട്ടിച്ചിട്ടാണ് നമ്മളിവിടെ ഫോൺ കാണിക്കുന്നത്. അപ്പോൾ സമയം കളയണ്ട, ഇനി നേരെ വീഡിയോയിലേക്ക് തന്നെ. ഈ കാണുന്നതാണ് ഗാലക്സി A50യുടെ ബോക്സ്. നമ്മുടെ സാധാരണ M20യുടെ ബോക്സ് പോലത്തെ ഒരു ബോക്സ് തന്നെയാണ്. ഇതിൻ്റെ പുറകിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗാലക്സി A50 64GB ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ, ട്രിപ്പിൾ ക്യാമറ, ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ്, 6.45 ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ട്രിപ്പിൾ ക്യാമറയുണ്ട്, 25+5+8, അങ്ങനെ 3 ക്യാമറയാണ് റിയർ സൈഡിൽ. 25 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയും വരുന്നുണ്ട്. 64GB ആണ് ഇന്റർണൽ മെമ്മറി വരുന്നത്. 4GB RAM ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വേരിയൻറ്റ്. ഇത്രയുമാണ് ഇതിൻ്റെ റിയർ സൈഡിൽ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗാലക്സി A50. നല്ല ഗ്ലോസി ഫിനിഷും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു ഡിവൈസാണ്. എന്തായാലും നമുക്ക് ഡിവൈസിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. അതിനു മുമ്പ് ബോക്സിൽ എന്തൊക്കെയാണുള്ളത് എന്നൊന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ഒരു ചാർജർ, നമുക്ക് 15 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് കിട്ടുന്നത്. അതായത് ചെറിയൊരു ഫാസ്റ്റ് ചാർജിങ്ങുള്ള ഫാസ്റ്റ് ചാർജർ അടക്കമുള്ള സംവിധാനങ്ങളാണ് ഈ ഫോണിലുള്ളത്. ചാർജ് സപ്പോർട്ട് ചെയ്യും. ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്ത് തന്നെ നമുക്ക് കിട്ടുന്നുമുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നതൊരു Type-C കേബിളാണ്. നമുക്ക് ഈ ഗാലക്സി M സീരീസിലായാലും A സീരീസിലായാലൊക്കെ നമുക്ക് Type-C കേബിൾ കിട്ടുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള കാലം നമുക്ക് Type-C കേബിളുകളുടെയാണ്. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ Type-C കേബിളും നമുക്കിതിനകത്ത് കിട്ടുന്നു എന്നുള്ളതും ഒരു നല്ല പ്ലസ് പോയിൻ്റാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതൊരു ഇയർഫോണാണ്. ഇയർഫോൺ നമുക്ക് ഈ ഫോണിനകത്ത് കിട്ടുന്നു എന്നുള്ളതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇയർഫോൺ സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും കിട്ടാറില്ല. ഇവിടെ നമുക്ക് ഇയർഫോൺ കിട്ടുന്നുണ്ട്. ഫ്ലാറ്റായ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇയർഫോണിനുള്ളത്. സാംസങ്ങിൻ്റെ സാധാരണ ഒരു ഇയർഫോണാണ്, ഇൻ ഇയറൊന്നും അല്ല. എങ്കിലും നമുക്ക് ഒരു നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം. ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഫുൾ റിവ്യൂവിൻ്റെ വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മൾ പറയാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ബോക്സിനകത്ത് കിട്ടുന്നത്. ഇനി ഒരു ചെറിയ ബോക്സ് കൂടി ഉണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ഈ ബോക്സിനകത്ത് സാധാരണ ഡോക്യുമെൻറ്റ്സാണ് ഉണ്ടാവാറ്, വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാറില്ല. നമുക്കൊന്ന് തുറക്കാം. ഇത് ഇത്തിരി സർപ്രൈസിംഗ് ആണ്, കാരണം ഇതിനകത്ത് സാംസങ് കേസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രാൻസ്പെറൻറ്റ് കേസാണ്. അപ്പോൾ കേസൊക്കെ അടക്കമാണ് നമ്മുടെ ഗാലക്സി A50 നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. വാറണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഡോക്യുമെൻറ്റ്സിലുണ്ടാവും. അപ്പോൾ കേസ് നല്ല ഒരു ക്ലീനായ ഒരു ട്രാൻസ്പെറൻറ്റ് കേസാണ്. ഈ ഒരു കേസ് നമുക്ക് ആ ഫോണിൽ ഇട്ട് നോക്കാം. എന്തായാലും ട്രാൻസ്പെറൻറ്റ് കേസാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് കാണാം, നല്ലൊരു മോശമില്ലാത്ത നല്ല തിരക്കേടില്ലാത്തൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് ഫോണുള്ളത്. ആ ഒരു ഡിസൈൻ നമുക്കിവിടെ കേസ് ഇട്ടാലും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല കേസ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. നമ്മുടെ ഡിവൈസ് നമുക്ക് റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ കാണാം. 25+5+8, അങ്ങനെ ട്രിപ്പിൾ റിയർ ക്യാമറയാണ്. സാംസങ് ലോഗോ ഉണ്ട്. അതേപോലെ തന്നെ LED ഫ്ലാഷും നമുക്ക് റിയർ സൈഡിൽ കാണാം. ഫ്രണ്ടിൽ നമുക്ക് 6.45 ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. യു നോച്ച്, അതായത് ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ. യുവിന് നമുക്ക് 25 മെഗാപിക്സൽ സെൽഫി ക്യാമറയുണ്ട്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണാണ്, അവിടെ വേറെ ഒന്നുമില്ല. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഗിൽ, മെയിൻ മൈക്രോഫോൺ, Type-C പോർട്ട്, 3.5mm ഹെഡ്ഫോൺ ജാക്ക്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സിം ട്രേ ആണ്. സിം ട്രേയുടെ കൺഫിഗറേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 നാനോ സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. അപ്പോൾ 3ഉം ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു സിം ട്രേ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ A50 ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. നമുക്ക് ഡിവൈസ് ബൂട്ടപ്പ് ചെയ്യാം. അതിനിടയ്ക്ക് ഞാൻ ഡിവൈസിനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഗാലക്സി A50 4GB RAM 64GB ഇൻറ്റർണൽ സ്റ്റോറേജിന് 19,990 രൂപയാണ് പ്രൈസ്. 6.45 സാംസങ്ങിൻ്റെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. Exynos 9610 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. 2.3 GHz ക്ലോക്ക് സ്പീഡിൽ വർക്ക് ചെയ്യുന്നു. ട്രിപ്പിൾ റിയർ ക്യാമറയാണുള്ളത്. 25:8:5. സെൽഫി ക്യാമറ 25 മെഗാപിക്സലാണ്. 4mAh ബാറ്ററി വിത്ത് 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. Type-C പോർട്ടും വരുന്നുണ്ട്. Android 9 Pie, അതേപോലെ സാംസങ്ങിൻ്റെ 1 UI വരുന്നു. സാർ വാല്യൂ നിങ്ങൾക്ക് കാണാം 0.335. ഒരു നല്ല സാർ വാല്യൂ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ റേഡിയേഷൻ കാര്യങ്ങളൊക്കെ പരമാവധി കുറവുള്ള ഒരു ഡിവൈസ് തന്നെയാണ് സാംസങ്ങിൻ്റെ ഈ ഗാലക്സി A50.
ഇപ്പോൾ നമ്മൾ കാണുന്ന ഡിസ്പ്ലേ ആണ് നമ്മുടെ ഡിവൈസ് ബൂട്ടപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഫിംഗർ പ്രിൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാംസങ്ങിൻ്റെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ, നല്ലൊരു കളറും വൈബ്രൻ്റായ കളറും കാര്യങ്ങളൊക്കെ തരുന്നൊരു ഡിസ്പ്ലേ ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നിങ്ങളിവിടെ കണ്ടു. ഇത്തിരി ലാഗാണ്, നമുക്കതിനെക്കുറിച്ച് അത് ചെക്ക് ചെയ്യാം. അതിന് മുൻപ് നമുക്ക് എങ്ങനെയുണ്ട് One UI, ഇതിൽ എന്തൊക്കെ ആപ്ലിക്കേഷനുകൾ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട് എന്നൊക്കെ നോക്കാം. ഡെയിലി ഹണ്ട്, ആമസോൺ, സാംസങ് പേ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഡെയിലി ഹണ്ട് എനിക്ക് വേണ്ട, ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഇത് മിസ്സിംഗ് ആയി, നമുക്കൊന്നുകൂടി അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ ആപ്ലിക്കേഷനുകളൊക്കെ വന്നിരിക്കുന്നത്. ഭംഗിയായിട്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആപ്ലിക്കേഷനുകളൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. സെറ്റിംഗ്സിലേക്ക് ചെന്നിട്ട് നമുക്ക് ഇതിൻ്റെ വെർഷൻ എന്തൊക്കെയാണ്, സോഫ്റ്റ്വെയർ വെർഷൻ, അതേപോലെ ആൻഡ്രോയിഡ് വെർഷനൊക്കെ നോക്കാം. One UI 1.1. അപ്പോൾ നമുക്ക് സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ One UI, നല്ല അഭിപ്രായം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു UI ആണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു വെർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് വെർഷൻ 9 ആണ്. സെക്യൂരിറ്റി പാച്ച് ലെവൽ ഫെബ്രുവരിയാണ്. അപ്പോൾ ഒക്കെ ലേറ്റസ്റ്റ് ആയ സംഭവങ്ങളെല്ലാം സോഫ്റ്റ്വെയർ സൈഡിൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്റ്റോറേജിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സ്ലോ മോഷൻ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് സ്വല്പം സ്റ്റോറേജ് പോയിട്ടുണ്ടെങ്കിലും 48.5, അപ്പോൾ ഒരു 49 സംതിങ്, ഒരു 50ൻ്റെ അടുത്ത് നമുക്ക് യൂസർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. 64-ൽ 50ഓളം നമുക്ക് യൂസർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് സ്റ്റോറേജ്. അപ്പോൾ ഒരു നല്ല കാര്യമാണ്. ഇനി കൂടുതൽ സ്റ്റോറേജ് വേണമെന്നുള്ളവർക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഉപയോഗിക്കാം. അതായത് നമുക്ക് മെമ്മറി കാർഡ് ഇട്ടും ഉപയോഗിക്കാം. അതിന് ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ഉണ്ട്. ഇനി നമ്മളിതിൻ്റെ ഫിംഗർ പ്രിൻറ്റിൻ്റെ പെർഫോമൻസ് നോക്കാൻ പോവുകയാണ്. നമുക്കിവിടെ കാണാം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് കൂടുതലോ സമയം എടുക്കുന്നുണ്ട്, എങ്കിലും അത് വർക്ക് ചെയ്യുന്നുണ്ട്. എററൊന്നുമില്ല, ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇത്തിരി സ്ലോ ആണെന്നുള്ള സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ, നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നമുക്ക് ഈ ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. ഫേസ് അൺലോക്കിൻ്റെ കാര്യം നോക്കിയാൽ ഒരു ചെറിയ ഇഷ്ടക്കേട് എനിക്കുള്ള സംഭവം എന്ന് വെച്ചാൽ ഇത് സ്വൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യണം. അതായത് നിങ്ങൾ നോച്ചിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ ലോക്ക് ഓപ്പൺ ആവുകയാണ് ആണോ, അത് ലോക്ക് ഓപ്പൺ ആയി. അപ്പോൾ ഫോൺ ഓൺ ആയി, പക്ഷെ നമ്മളത് സ്വൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ തനിയെ അങ്ങ് ഡയറക്റ്റായിട്ട് ഡിസ്പ്ലേ ഓപ്പൺ ആവണില്ല, പകരം ലോക്ക് അൺലോക്കായിട്ട് നിൽക്കും, നമ്മൾ സ്വൈപ്പ് ചെയ്യണം. സെൽഫി എടുക്കാൻ പോവാണ്. ക്യാമറ ഇൻ്റർഫേസ് ആണ്, സെൽഫിയുടെ ഒരു സെക്ഷനാണത്. ഫാസ്റ്റായ ഓട്ടോ ഫോക്കസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിനി ഒരു സെൽഫി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇത് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നല്ല ഫാസ്റ്റായൊരു ക്ലിക്കായിരുന്നു അത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ് ആണ് ഇതിനകത്തുള്ളത്. ഒന്ന് സൂം ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു സെൽഫി ക്യാമറ ഈ ഫോണിനകത്തുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4K സപ്പോർട്ട് ചെയ്യുന്നില്ല, EIS സ്ലോ മോഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഫോണിനുണ്ട്. നമ്മുടെ വീഡിയോയിലും ഫോട്ടോയിലും ഒരുപോലെ വൈഡ് ആംഗിൾ സപ്പോർട്ട്, ട്രിപ്പിൾ ക്യാമറ ഈ സൈഡിലുണ്ട്. അതിനകത്ത് വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. അതിനകത്ത് വൈഡ് ആംഗിൾ ക്യാമറ നമുക്ക് നോർമലായിട്ടുള്ള ഫോട്ടോസ് എടുക്കുമ്പോഴും ഉപയോഗിക്കാം, അതേപോലെ വീഡിയോസ് എടുക്കുമ്പോഴും ഉപയോഗിക്കാം. അപ്പോൾ രണ്ട് തരത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന വൈഡ് ആംഗിൾ ക്യാമറയൊക്കെ. ഇനി കുറച്ച് സാമ്പിളുകൾ. നമുക്ക് സെൽഫി ക്യാമറയുടെ ഒരു ഇമേജാണ് കാണുന്നത്. സ്വല്പം വെളുത്തിട്ടുണ്ട് ഞാൻ, അപ്പോൾ എന്നെ വെളുപ്പിച്ചിരിക്കുകയാണ് സാംസങ്. എന്തായാലും കുഴപ്പമില്ല, അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ ക്യാമറ റിവ്യൂവിൽ പറയാം. അപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിൾ കാണുക. തരക്കേടില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ളൊരു സെൽഫിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുമ്പോഴും എഡ്ജ് ഡിറ്റക്ഷനും ഒക്കെ തരക്കേടില്ലാത്ത നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല സെൽഫി ക്യാമറ ഉണ്ടെന്ന് തന്നെയാണ് ഈ ഒരു പെട്ടെന്നുള്ള ഒരു സാമ്പിൾ, ഒരു ക്വിക്ക് സാമ്പിളിൽ നിന്നും മനസ്സിലാവുന്നത് നല്ലൊരു സെൽഫി ക്യാമറ ഉണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ സെൽഫി ക്യാമറയുടെ കാര്യത്തിലേക്ക് നമുക്ക് കൂടുതലായിട്ട് ക്യാമറ റിവ്യൂവിൽ പറയാം. ഇത് നമ്മുടെ സാധാരണ ഒരു റിയർ ക്യാമറയുടെ ഇമേജാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, സൂം ചെയ്യുമ്പോഴും നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് കാണാം. അപ്പോൾ റിയർ ക്യാമറ നല്ല ക്വാളിറ്റിയുള്ള റിയർ ക്യാമറയാണെന്നാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നത്. ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കുന്ന കാര്യത്തിലും നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. എഡ്ജ് ഡിറ്റക്ഷനും കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കിതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ക്യാമറ റിവ്യൂവിൽ പറയാം. ഇപ്പോൾ ഡൈനാമിക് റേഞ്ച് ഇത് നോക്കുമ്പോൾ ഡൈനാമിക് അല്ല, നമുക്കൊരു വൈഡ് ആംഗിൾ എടുക്കാം. ഡൈനാമിക് റേഞ്ചും കുഴപ്പമില്ല, കൂട്ടത്തിൽ നമുക്കിതിൻ്റെ വൈഡ് ആംഗിളും ഒന്ന് കാണാം. യെസ്, വൈഡ് ആംഗിളും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിരിക്കുന്നു. കൂടുതൽ സാമ്പിളുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാമറ റിവ്യൂ. ഇത് നമുക്കൊരു വീഡിയോ സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. യെസ്, സ്റ്റെബിലൈസേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റെബിലൈസേഷൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ സ്റ്റെബിലൈസേഷനൊക്കെ ഉള്ള ഒരു ക്യാമറയാണ്. കളറുകൾ സ്വല്പം കുറവാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ആ ചെടികൾ ഇതിനേക്കാൾ വൈബ്രൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ക്യാമറയിലേക്ക് വരുമ്പോൾ അത്രയൊരു വൈബ്രൻ്റായ കളറുകളല്ല കാണുന്നത്. അത് നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ സെൽഫി ക്യാമറയുടെ ഒരു സാമ്പിളാണ് കാണുന്നത്. കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ സെൽഫി ക്യാമറയുടെ സാമ്പിളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല, ഓഡിയോ റെക്കോർഡിങ്ങിൻ്റെ ക്വാളിറ്റി ഞാൻ ക്യാമറ റിവ്യൂവിൽ കാണിച്ചു തരാം. കാരണം ഇവിടെ ഭയങ്കര ക്രൗഡാണ്, ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓഡിയോ റെക്കോർഡിങ് ഞാൻ ഇവിടെ നടത്തുന്നില്ല. അപ്പോൾ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്നൊരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.
അപ്പോൾ ഗാലക്സി A50 എന്ന ഫോണിൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി ക്യാമറ, അതേപോലെ ഗെയിമിംഗ് റിവ്യൂ അതൊക്കെ നമുക്ക് തരാം. അതിൻ്റെ ഒപ്പം തന്നെ Redmi Note 7 Proയുമായിട്ടുള്ള കമ്പാരിസൺ, സ്പീഡ് ടെസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഇത്തരം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് അതപ്പം തന്നെ കാണുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും വീണ്ടും മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ.